ആഫ്രിക്കൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്? ലോകത്തിലെ എല്ലാ കണ്ണുകളും അയാളിലേക്ക് തന്നെ ആയിരുന്നില്ലേ? ലോകത്തിലെ 2ാം നമ്പറുകാരെ കെട്ടുകെട്ടിച്ച പ്രകടനം. ബാറിന് കീഴിൽ ഒരു മത്സ്യത്തെ പോലെ അയാൾ ഊളയിട്ട് നീന്തി. ആ നീന്തലിൽ തടയപ്പെട്ടത് നിരവധി ഗോളവസരങ്ങളായിരുന്നു. കളി കഴിഞ്ഞ് മൈതാനം വിടുമ്പോൾ അയാൾ പൊട്ടിക്കരയുകയായിരുന്നു. ആ പൊട്ടിക്കരച്ചിലിൻ്റെ അർത്ഥം എന്തായിരുന്നു? അയാളുടെ അമ്മ ആ മികച്ച പ്രകടനം കാണാൻ അമേരിക്കയിൽ എത്തിയിരുന്നില്ല. കാരണം വിസ നിയമം അമ്മയ്ക്ക് എതിരായത് കൊണ്ടാകാം ആ പൊട്ടിക്കരച്ചിലിൻ്റെ കാരണമായിട്ട് പറയുന്നു. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, അയാളില്ലാത്ത ഒരു ചിത്രവും ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് ഒസീഞ്ഞ എന്ന കേപ്പ് വെർദെ എന്ന കുഞ്ഞൻ രാജ്യത്തിൻ്റെ ഗോൾ കീപ്പർ. ഒരു ബ്രസീലിയൻ ഇതിഹാസത്തിൻ്റെ പേര് തന്നെയാണ് നമ്മുടെ ഈ ഗോൾ കീപ്പർക്കുമുള്ളത്. 1986 മെക്സിക്കോ ലോകകപ്പിൽ ബ്രസീലിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടിയ റൈറ്റ് ബാക്ക് ജോസിമാറിൻ്റെ പേര്. സൈനികനായ തൻ്റെ അച്ഛൻ ജോസിമാറിനോടുള്ള ഇഷ്ടം മൂലം തൻ്റെ മകന് ആ പേരിടുകയായിരുന്നു. ആ പേര് ഇന്ന് ലോകം അറിയപ്പെടുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചു കാണില്ല. മുഴുവൻ പേര് പറയുകയാണെങ്കിൽ ജോസ് എവോറ ഡയസ് എന്ന പേരാണ് അദ്ദേഹത്തിനുള്ളത്. ഒസീഞ്ഞയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ ഫുട്ബോളിൽ അദ്ദേഹം മികച്ച രീതിയിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ പുറം രാജ്യങ്ങളിലെ ലീഗുകളിലോ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടോ അദ്ദേഹം കൂടുതലൊന്നും കളിച്ചിട്ടില്ല. പ്രാദേശിക ലീഗുകളിൽ മാറി മാറി കളിച്ച അദ്ദേഹം ഇന്ന് കളിക്കുന്നത് പോർച്ചുഗീസ് 2ാം ഡിവിഷൻ ക്ലബിന് വേണ്ടിയിട്ടാണ്. സ്പെയിനിൻ്റെ ലോകകപ്പ് മോഹങ്ങൾ ചുരുട്ടിക്കെട്ടിയ പ്രകടനം നടത്തിക്കൊണ്ട് ലോകകപ്പിൻ്റെ വേദികളിൽ സ്വർണ്ണലിപികളാൽ അദ്ദേഹം ഇനി തിളങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആഫ്രിക്കൻ കരുത്തരായ നൈജീരിയയും അതുപോലെ തന്നെ കാമറൂണിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ലോകകപ്പിലേക്ക് എത്തിയത്. അതെങ്ങനെയാണ് എത്തിയതെന്ന് നമുക്ക് ഇന്നലത്തെ കളി കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഒസീഞ്ഞക്ക് ഇനിയും പോകാനുണ്ട്. അടുത്ത മത്സരം ഉറുഗ്വേയുമായിട്ടാണ്. ഉറുഗ്വേയുമായിട്ടുള്ള മത്സരത്തിലും അദ്ദേഹം ഈ ഫോം തുടരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഒസീഞ്ഞയുടെ കരങ്ങൾക്ക് മാന്ത്രിക ശക്തി ഉണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം. ഫുട്ബോൾ എപ്പോഴും അങ്ങനെയാണ്, അത് ഉരുണ്ടുകൊണ്ടേ